പഴയ നിയമത്തിൽ കടന്നു പോകുമ്പോൾ എല്ലാവരിലും ഈ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. പ്രവാചകന്മാരിലും രാജാക്കന്മാരിലും മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. എല്ലാവരിലും ഇല്ലായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് ഇവരിൽ മാത്രം ഒതുങ്ങിയിരുന്നു. അവസാനത്തെ രാജാവായിരുന്നു സോളമൻ രാജാവ്. സോളമൻ രാജാവിനു ശേഷം പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനവും ഭൂമിയിൽ നടന്നിട്ടില്ല. ഹല്ലേലൂയ. രാജാക്കന്മാരിൽ പിന്നെ 400 വർഷം കഴിഞ്ഞാണ് ഒരു വലിയൊരു രാജാവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. സോളമൻ രാജാവിന് ശേഷം പിന്നെ വേറൊരു രാജാവിലും കടന്നു വന്നിട്ടില്ല. സഹോദരങ്ങളെ, പിന്നെ പ്രവാചകന്മാരിൽ മാത്രമായിരുന്നു ഈ ദൗത്യം, ഈ ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം പഴയ നിയമത്തിലെ പ്രവാചകൻ ആരായിരുന്നു? ആരാ? ലൂക്കായാണോ? പിന്നെ വെളിപാടാണോ? മലാക്കി, അല്ലേ? മലാക്കി പ്രവചൻ. മലാക്കി പ്രവാചകന് ശേഷം 400 വർഷം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനവും ഭൂമിയിൽ നടന്നിട്ടില്ല. പിന്നെ നടക്കുന്നത് 400 വർഷങ്ങൾക്ക് ശേഷമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു വചനം പറയുന്നു: ജസയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിക്കിളിർക്കും, അവൻ്റെ മേൽ എൻ്റെ ആത്മാവുണ്ട്, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, അറിവിൻ്റെ ആത്മാവ്, പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അഭിഷിക്തൻ, അനോയിന്റഡ് ക്രിസ്തു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അടിമത്തത്തിൽ, ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനം. ആ ജനത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒന്നാമത്തെ പ്രതീക്ഷയാണ് എന്താ? പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. രണ്ടാമത്തെ ഒരു പ്രവർത്തനമായിരുന്നു, അവരാഗ്രഹിച്ചതായിരുന്നു എല്ലാവരുടെയും മേൽ. അതാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചത്. എല്ലാവരുടെയും മേൽ. ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഇസ്രായേൽ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 കാര്യങ്ങളിൽ, ഒന്ന് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരുവൻ വരുമെന്നും, 2 എല്ലാവരുടെയും മേൽ ഈ ആത്മാവ് കടന്നു വരുമെന്നുമാണ് പറഞ്ഞത്. അങ്ങനെ 400 വർഷത്തിന് ശേഷം 2 കുടുംബത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഒന്ന് സക്രിയ എലിസബത്ത് കുടുംബത്തിലേക്ക്, 2 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കുടുംബത്തിലേക്ക്. 400 വർഷങ്ങൾക്ക് ശേഷം. സഹോദരങ്ങളെ, ഞാൻ അതിൻ്റെ വാല്യൂ പറയുക. ഒരു നിസ്സാരമായ ഒരു ആത്മാവല്ല നമ്മളിൽ നിറഞ്ഞ ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തെ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി വഴി നടത്തിയ ഒരു ആത്മാവ്. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ ഒരു മഹത്വത്തിൻ്റെ സാന്നിധ്യം വന്ന് നിന്നിരുന്നു. ആ മഹത്വത്തിൻ്റെ സാന്നിധ്യമാണ് അവരെ വഴി നടത്തിയത്. ആ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഈ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അവരവിടെ തമ്പടിച്ച് പാർത്തിരുന്നു. സമാഗമ കൂടാരത്തിൽ നിന്നും ഈ മഹത്വത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോകുമ്പോഴാണ് അവരുടെ യാത്ര തുടർന്നിരുന്നത്. അതാണ് അവരെ വഴി നടത്തിയ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നതും വഴി നടത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും നമ്മെ ജ്വലിപ്പിക്കുന്നതും. നിങ്ങൾ നിസ്സാരമായി കണ്ട് ഒരു അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിസ്സാരമായി കണ്ട് വലിച്ചെറിഞ്ഞ് കടന്നു പോകേണ്ടതല്ല. നിങ്ങൾക്ക് കിട്ടിയ ഈ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു രോഗം വരുമ്പോൾ, നിങ്ങളുടെ മക്കളുടെ ഒരു രോഗം വരുമ്പോൾ, നിങ്ങളുടെ കടബാധ്യത വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ വലിച്ചെറിയേണ്ടതല്ല ഈ പരിശുദ്ധാത്മാവ്. വെറും മുക്കുവനായിരുന്ന പത്രോസിന്റെ ജീവിതത്തിലേക്ക് ആത്മാവിൽ നിറഞ്ഞപ്പോ, പത്രോസ് നടന്നു പോയപ്പോൾ യാചകൻ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നും, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. എവിടെ നിന്നാ കിട്ടിയേ? ഇത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ഇതുപോലെ ഇരുന്ന്, ഞാൻ എണീറ്റ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ചാടി വന്ന് മയക്കുമായിട്ട് വന്ന വ്യക്തിയല്ല. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ചൈതന്യത്തെ മനസ്സിലാക്കി ആത്മാവിൽ ജ്വലിച്ച് കടന്നു പോകുമ്പോൾ, തീർച്ചയായും ഈ ആത്മാവിൽ ജ്വലിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങളും നാളെ ഒരു നാള് ഇതുപോലെ ബൈബിളുമായി, വചനവുമായി മയക്കം പിടിച്ച് ദൈവത്തിനെ പ്രഘോഷിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു മഹാനദി പൊട്ടിപ്പുറപ്പെടണം. ഹല്ലേലൂയ.
അല്ലാണ്ട് നമ്മളിങ്ങനെ കേട്ട് എനിക്ക് വേണ്ടത് രോഗം മാറണം, എനിക്ക് വേണ്ടത് കടബാധ്യത മാറണം, എനിക്കൊരു വീട് വയ്ക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകനൊരു ജോലി കിട്ടണം, എൻ്റെ മകൾക്ക് നല്ലൊരു ഒരു ചെറുക്കനെ കിട്ടണം, എൻ്റെ മകന് നല്ലൊരു പെണ്ണിനെ കിട്ടണം, മകന് 30 വയസ്സായി, കണ്ണീരാണ്, പ്രാർത്ഥനയാണ്, അയ്യോ കല്യാണം നടക്കുന്നില്ല, ഹല്ലേലൂയ, അയ്യോ ജോലി ഇൻ്റർവ്യൂ കടന്നുപോയി, ഇങ്ങനെ പറഞ്ഞ് ഇതാണ് നമ്മുടെ ജീവിതം മരണം വരെയുള്ള നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഇതേ ഉള്ളൂ. അതിനപ്പുറത്തൊരു പ്രാർത്ഥന നമുക്കുണ്ടോ? ഇല്ല. അപ്പുറത്തൊരു പ്രാർത്ഥന ഇല്ല. നമ്മൾ വിളിക്കുമ്പോൾ, ടെലിഫോൺ വിളിക്കുമ്പോൾ, എല്ലാം വിളിക്കുമ്പോൾ ബ്രദറെ അച്ഛ പ്രാർത്ഥിക്കുക, എന്താ മകന് ഇൻ്റർവ്യൂ നാളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇതേ ഉള്ളൂ. രോഗം മാറണം, സാമ്പത്തിക ഞെരുക്കം, കടബാധ്യത മാറണം, ഇത് മാത്രമേ ഉള്ളൂ. നീ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ആ മെയിൻ പ്രോഡക്റ്റായ ഹോളിനെസ്സിൽ നീ നിറയെ, ബാക്കിയുള്ള പ്രോഡക്റ്റ് നിന്നിൽ വന്നുകൂടും. അവൻ്റെ രാജ്യവും നീതി നീ അന്വേഷിക്ക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ അന്നു മുതൽ ഇന്ന് വരെ എത്ര ധ്യാനം കൂടി? 500 ധ്യാനം കൂടി അല്ലേ? 500 ധ്യാനമോ എത്ര ധ്യാനം കൂടി? എണ്ണിയ കണക്കില്ലാത്ത ധ്യാനം കൂടി. ഇപ്പോഴും പ്രാർത്ഥന തുടക്കത്തിലാ. 5 ലക്ഷം കടം. 10 കൊല്ലം മുമ്പ് തുടങ്ങിയ ധ്യാനമാണ്. ഇന്നും ആ 5 ലക്ഷത്തിൽ തന്നെ നിൽക്കണു. ഹല്ലേലൂയ. ഇന്ന് അവിടെ തന്നെ നിൽക്കണേ അല്ലേ? മാറിയോ? 1 രൂപ അങ്ങോട്ട് പോയോ? കുറഞ്ഞോ? കൂടിയതല്ലാതെ കുറഞ്ഞോ? ഇല്ല. സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുമ്പോൾ തരേണ്ടവൻ തരേണ്ട സമയത്ത് തരും. നീ കൊടുക്കേണ്ടത് കൊടുക്ക. നീ മേടിക്കാൻ മാത്രം നിൽക്കാതെ എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് തൃപ്തിയില്ല. ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിക്കുമ്പോൾ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അവൻ പറയും ഐ ആം ഫൈൻ, ഹൗ യു, അല്ലേ? ഇനി ഒരു ഹിന്ദിക്കാരനോട് ചോദിക്കും ആപ് കൈസാ ഹെ ഭയ്യ, മേ അച്ഛാ ഹൂം, ആപ് കൈസാ ഹെ, തിരിച്ചു ചോദിക്കും. ഇനി ഒരു തമിഴനോട് ചോദിക്കുക അണ്ണാ നീങ്ക എപ്പിടി ഇരിക്കീങ്ക, നല്ലാ ഇരിക്ക, നീങ്ക എപ്പിടി ഇരിക്കീങ്ക, നല്ലാ ഇരിക്ക, തിരിച്ചു പറയും. ഇനി ഒരു മലയാളിയോട് പറഞ്ഞാലോ, എങ്ങനെയുണ്ട് ചേച്ചി വിശേഷം, സുഖമാണോ? ഓ, തട്ടിയും മുട്ടിയും അങ്ങ് പോണ്. അതാണ് നമ്മുടെ അവസ്ഥ. അതാണ് നമ്മുടെ അവസ്ഥ. എന്തൊക്കെ കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നു പോകുകയാ. ധ്യാനത്തില് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തില് അനുഗ്രഹം നൽകണമേ, കടബാധ്യതയാ, 5 ലക്ഷം കടമാ. അപ്പൊ കർത്താവ് പറഞ്ഞു ഓക്കെ, 1 ലക്ഷം ഞാൻ നിനക്ക് തരാം. ആരെയൊക്കെ വിട്ട് കർത്താവ് 1 ലക്ഷം തന്നു. എന്നാലും എൻ്റെ കർത്താവേ നീ ഇത്രയും എന്നോട് പറഞ്ഞു, തന്നെങ്കിൽ മുഴുവനും തന്നൂടായിരുന്നോ? ഇതെന്തിനു തന്നു? അവിടെയും പരാതി. ഹല്ലേലൂയ. അവിടെയും പരാതി. സന്തോഷം കിട്ടാൻ നമുക്ക് പറ്റുന്നില്ല. ഈ സന്തോഷത്തിന്റെ ആത്മാവ് എന്നിൽ ഈ ഹോളിനെസ് നിറയുമ്പോൾ ഏത് സങ്കടത്തിലും ഏത് ദുഃഖത്തിലും എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. നീ രോഗത്തിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ നിറഞ്ഞിരിക്കുന്നത് റിയൽ ഹോളി സ്പിരിറ്റാ. സാമ്പത്തിക ഞെരുക്കത്തിലും നീ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ നിറഞ്ഞിരിക്കുന്നത് റിയൽ ഹോളി സ്പിരിറ്റാ. മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുമ്പോഴും മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുമ്പോഴും നീ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ആത്മാവിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പറ്റുന്നില്ല എങ്കിൽ ചിലർ പറയും, ചിലർ ഭാഷാപരം എന്താ പറയുന്നത്, സ്തുതിക്കും, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ സ്തുതിപ്പ് ഭാഷാപരത്തിൽ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർ പറയും ഓ കണ്ട പരിശുദ്ധാത്മാവ് വന്നു, നിറഞ്ഞു നിൽക്കുക, നിറഞ്ഞ് നിൽക്കുക. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാം. 15 രൂപയുടെ നോട്ടുണ്ടോ? കള്ള നോട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ? 75 രൂപയുടെ കള്ളനോട്ടുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടോ? ഉണ്ടോ? ഇല്ല. ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ട് കള്ളനോട്ടില്ല. ഒറിജിനൽ 100 രൂപ ഉള്ളത് കൊണ്ട് അതിന്റെ കള്ളനോട്ട് ഉണ്ട്. 500 രൂപയുടെ ഒറിജിനൽ ഉള്ളത് കൊണ്ട് കള്ളനോട്ടുണ്ട്. ഒറിജിനൽ ഉണ്ടെങ്കിൽ ഫേക്ക് ഉള്ളൂ. അപ്പൊ ഒറിജിനൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫേക്കും ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫേക്ക് ഉണ്ട്. നമ്മള് ഭാഷാപരത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കും, ഹല്ലേലൂയ ഹല്ലേലൂയ റിയ ബാബാറിക്കാര എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഇവരുടെ റിയൽ ആയിട്ടുള്ള പരിശുദ്ധാത്മാവാണെന്ന് അറിയണമെങ്കിൽ
വെളിയിലിറങ്ങി 1 മണിക്കൂർ ഇവരുടെ കൂടെ നടന്നാൽ അറിയാൻ പറ്റും ഇവർ ഒറിജിനലായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണോ അതോ ഫേക്കായിട്ടുള്ള കള്ളനോട്ട് കൊണ്ടുണ്ടാക്കിയ ആത്മാവാണോ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സന്തോഷത്താൽ നിറയ്ക്കും. ആ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നൽകിയിരിക്കുന്നത്, ആത്മധൈര്യത്തിന്റെ ആത്മാവാ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ. മറിച്ച് ആരെക്കാളും? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനേക്കാളും. പിന്നെ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും ശക്തനാ. പിന്നെ നീ എന്തിനു പേടിക്കണു? ആരെയാ പേടിയുള്ള? ഒന്ന് പറഞ്ഞേ കാണട്ടെ. ആരെയും പേടിയില്ലേ? ആരെ പേടിക്കണം? ദൈവത്തെ. സ്നേഹം കൊണ്ടുള്ള പേടിയാ. ഹല്ലേലൂയാ. സ്നേഹം കൊണ്ടുള്ള പേടി. സ്നേഹം കൊണ്ട് ദൈവത്തെ പേടിക്ക്. നീ പാപം ചെയ്യാൻ പോകുമ്പോ, പാപത്തിൽ വീഴാൻ പോകുമ്പോ, പാപത്തിന്റെ പിന്നാലെ കടന്നു പോകുമ്പോ ഒന്ന് പേടിക്കുവോ, എൻ്റെ അപ്പൻ. ഹല്ലേലൂയാ. അല്ലാതെ നിന്റെ ശരീരത്തെ ഈ ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്സാരമായ അവസ്ഥകളിലൂടെ കൊണ്ട് തള്ളിയിടാവുന്ന വെറും നിസ്സാരനായ വെറും 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 പുഴുവായ പിശാചിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പേടിക്കരുത്. ഹല്ലേലൂയാ. നിസ്സാരന, വെറും നിസ്സാരൻ. സർവശക്തനായ ദൈവത്തിന്റെ സർവ്വ ആയുധവും എൻ്റെ കൂടെ ഉള്ളപ്പോ, സർവ്വ ആയുധവും എൻ്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിനു ഭയപ്പെടുന്നു? ആരെ ഓർത്ത് ഭയപ്പെടുന്നു? നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. അവന്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിസ്സാരമായി നിങ്ങളെ കാണരുത്. നമ്മൾ വെറും നിസ്സാരമായ ദൈവത്തിനെ കാണുന്നത്, വെറും നിസ്സാരമായ കാണുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തരാൻ കർത്താവ് തയ്യാറായിട്ട് നിൽക്കുക. ഞാനൊരു സമ്മാനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാടാ മോനെ മേടിക്കുന്നത്? എങ്ങനെ മേടിക്കും? മേടിക്കടാ, ഇങ്ങനെ മേടിക്കുള്ളൂ. ഹല്ലേലൂയാ. ഇങ്ങനെ മേടിക്കും അല്ലേ? ഒരു സമ്മാനം തരുമ്പോൾ. പക്ഷെ നിങ്ങൾക്കിപ്പോൾ തരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈവച്ചേക്കണേ? ഇങ്ങനെയാണോ? അല്ല, ഇങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാ തരാൻ തോന്നണേ? ഞാൻ തരുമ്പോ നിങ്ങൾ ഇങ്ങനെ മേടിച്ചാലല്ലേ തരാൻ തോന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കൈ എങ്ങനെയായിരിക്കുന്നേ? കർത്താവിന് തരാൻ തയ്യാറായി നിൽക്കുക, പക്ഷെ നിങ്ങൾ മേടിക്കാൻ തയ്യാറാകുന്നില്ല. വിടേണ്ട പാപങ്ങളെ വിടാൻ, ഉപേക്ഷിക്കേണ്ട പാപങ്ങളെ ഉപേക്ഷിക്കാൻ, വെറുക്കേണ്ടതിനെ വെറുക്കുവാൻ ഇപ്പോഴും നിങ്ങൾക്ക് തയ്യാറാകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചേ. എല്ലാ ശിഷ്യന്മാരെയും ഉണ്ടായിരുന്നു. ആദ്യം വിളിച്ച ശിഷ്യൻ ആരായിരുന്നു? കർത്താവ് പരസ്യ ജീവിതത്തിൽ ആദ്യം വിളിച്ചത് ആരെയായിരുന്നു? ആരാ? ആരെങ്കിലും ഒരാൾ ലേലം വിളിച്ച് ഒന്നിലും ഉറപ്പിച്ചോ? മത്തായി, മാർക്കോസ്, പിന്നെ കുറെ ലിസ്റ്റ് ഉണ്ടല്ലോ. പോരട്ടെ, ആരെ വിളിച്ചേ? ദൈവമേ, ആരാടാ അവനെ വിളിച്ചേ? അന്ത്രയോസ് അല്ലേ? അവരെ വിളിച്ചു. പത്രോസ്, അന്ത്രയോസ്, വാ മക്കളെ എന്ന് വിളിച്ചു അല്ലേ? വിളിച്ചോ? ഇവന് സംശയമുണ്ടോ? വിളിച്ചു. ഹല്ലേലൂയാ. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സംശയം തോന്നുക. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഇവരെല്ലാവരെയും നിർത്തി അവസാനം ഒരു മനുഷ്യൻ ധ്യാനം കൂടി. ഇവർ കുറേ ധ്യാനങ്ങൾ കൂടി, ഏകദേശം ഒരു 500 ധ്യാനം ആര് കൂടിക്കൊണ്ടിരിക്കണു? ഈ ശിഷ്യന്മാർ, പത്രോസ്, ടീമുകളെല്ലാം കൂടിയിരിക്കുക. ആരെ കൂടെ? യേശുവിൻ്റെ കൂടെ. പക്ഷേ അവസാനം വന്ന ഒരുവൻ ഒരേ ഒരു ധ്യാനമേ കൂടിയുള്ളൂ. പക്ഷെ അവനെയാ കർത്താവ് പെട്ടെന്ന് അനുഗ്രഹിച്ചു. ഫസ്റ്റ് അനുഗ്രഹം അവനായിരുന്നു. ആരാന്ന് പറയാമോ? അവനോട് പറഞ്ഞു, എടാ നീ, അവൻ ആദ്യവും അവസാനമായിട്ട് ഒരു ധ്യാനമുണ്ട്. ആദ്യവും അവസാനമായിട്ട് ഒരേ ഒരു ധ്യാനമേ കൂടിയുള്ളൂ. ആ ധ്യാനം കൂടിയവണ്ണം കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് കൂടെ കൊണ്ടുപോയി. ആരാത്? സ്തെഫാനോസാണോ? കർത്താവ് കൂടെ കൊണ്ടുപോയോ? പത്രോസാണോ? പിന്നെ നല്ല കള്ളനെ. ഹല്ലേലൂയാ. 500 ധ്യാനം കൂടിയവരെല്ലാം താഴെ നിൽപ്പോട്ടായിരുന്നു. ഹല്ലേലൂയാ അല്ലേ? ഈ 500-600 ധ്യാനം കൂടിയവരെല്ലാം താഴെ നിൽക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കുക. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ്, ആദ്യമായിട്ട് ധ്യാനം കൂടുക അല്ലേ? അതിനു മുമ്പ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവന് യേശുവിനെ കുറിച്ച് അറിഞ്ഞോ? അവൻ പാപത്തിന് പിന്നാലെ പോയതേ. അവൻ വേറെ ലോകത്തായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇതാ ഇവിടെ ആന്തരിക സൗഖ്യത്തിന് ധ്യാനം കുരിശിൽ നടക്കണം എന്നറിഞ്ഞു. ഹല്ലേലൂയാ.
അവൻ അവിടെ മോഷ്ടിക്കാൻ അവനെ കൊണ്ടുവന്നപ്പോൾ ആന്തരിക സൗഖ്യം, ഹീലിംഗ് ശുശ്രൂഷ, ഇതാ യേശു നാമം ശുശ്രൂഷ എവിടെ നടക്കുന്നു? ഗാഗുൽത്തായിലെ തലയോട്ടിയിടം തലയോട്ടിയിടം എന്ന് പറയുന്ന ഗാഗുൽത്തായിൽ നടക്കുക. ധ്യാന ഗുരു ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കിടക്കുക. വചനം പറഞ്ഞ, എൻ്റെ ദൈവമേ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇത് ഒറ്റ കേൾവിയുള്ളൂ. ധ്യാനം കൂടെ വന്ന ഉടനെ പറഞ്ഞു, കർത്താവ് എന്നെ കൂടെ ഓർക്കണമേ. മാനസാന്തരപ്പെട്ടു. എന്നാ കർത്താവ് പറഞ്ഞു, വാടാ മോനെ പോകാൻ പാ. അല്ലെ, അപ്പൊ ബാക്കി നോക്കുന്ന പത്രോസും ടീമുകൾ, യോഹനാന്, ഇത് ഞങ്ങൾ 500 ധ്യാനം കൂട്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ. ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ധ്യാനമെന്ന ചിന്തയിൽ നിങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഈ ആത്മാവിൽ ജ്വലിച്ച് ജീവിതത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷകരായി മാറുവാൻ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ശുശ്രൂഷകരായി മാറുവാൻ, നിങ്ങളുടെ ഇടവകയിൽ ഒരു മഹാനദിയായി മാറുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോഴും നമ്മുടെ ചിന്തകൾ എവിടെയാ? നമ്മൾ ഈ പിശാച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, എങ്ങനെ അവൻ ഇങ്ങനെ മന്ത്രവാദത്തിനും കൂടോത്രത്തിൻ്റെ പിന്നാലെ കൊണ്ടുപോയി ചിലരെ പറയും ഇവൻ്റെ കയ്യിലാണ് കുറച്ചുകൂടെ ശക്തി. നേരത്തെ ഞാൻ പറഞ്ഞു, അവൻ വെറും 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 പുഴുവ, വെറും നിസ്സാരന. അവനെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. വെറും നിസ്സാരനാണ്. യേശുവിൻ്റെ നാമത്തിൽ പറയുകയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അവൻ്റെ പിന്നാലെയാണ് പോകുന്നത്. എങ്ങനെയാ? ആരോ പറഞ്ഞു ഇന്നടത്ത് പോയാൽ ഇന്നതുണ്ട്, ഞാൻ പോയി, അവൻ എന്തോ തന്നു, പൊടി തന്നു, ചരട് തന്നു, ഏലസ് തന്നു, അത് തന്നു, ഇതെന്നൊക്കെ പറഞ്ഞു എന്നിലെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയാ. നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. ഹല്ലേലൂയാ. ശക്തനായവൻ കൂടെയുള്ളപ്പോൾ വെറും കീടത്തിന്റെ പിന്നാലെ പോവരുതേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തനായവൻ കൂടെയുള്ളപ്പോ വെറും കീടത്തിന്റെ പിന്നാലെ പോവരുതേ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ആത്മാവിൽ ജ്വലിച്ചു നിൽക്കുന്നവന്റെ ആത്മാവ് എന്നും സന്തോഷിക്കും, ആനന്ദിക്കും, സമാധാനത്തിൽ നടന്നു പോകും. നിന്നെ എതിർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും തൊടുവാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്താൽ നീ പൊതിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അതുകൊണ്ട് അവസാനം വന്നവൻ അനുഗ്രഹം കിട്ടി, അല്ലേ? കൂടെ നിന്നവരെല്ലാം അവിടെ നിന്നു. അതുകൊണ്ട് അവസാനമെങ്കിലും ഇനിയും വരാത്തവരെ നിങ്ങൾക്കിതാ ഒരു ചാൻസ് കൂടെ. ഹല്ലേലൂയാ. ഒരു അവസരം കൂടെ. നല്ല കള്ളനെ പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ ഹൃദയം തുറക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ദൈവം നിങ്ങളെ വിളിക്കുന്നു അനുഗ്രഹത്തിന് വേണ്ടി. സമാധാനത്തിൽ നയിക്കുവാൻ, അനുഗ്രഹത്തിൽ നിറയുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ.